ഒരുപാട് മണിക്കൂറുകൾ പണിയെടുത്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫീസ് വർക്കേഴ്സ് വുഡ് ബി മില്യണേഴ്സ് ബൈ നൗ. ബട്ട് ദേ ആർ നോട്ട്. ഇവിടെ ശരിക്കുള്ള പ്രശ്നം ഒരിക്കലും എന്തല്ല, ടൈമല്ല. കാരണം എല്ലാവരെ സംബന്ധിച്ചും സെയിം 24 മണിക്കൂർ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ദ റിയൽ ഡിഫറൻസ് ഈസ് ഹൗ പീപ്പിൾ യൂസ് ദെയർ എനർജി, their focus and their best mental state. Most people don't have a time problem. They have an energy problem, a leverage problem and a structure problem. ഒരു ദിവസം ഫുള്ള് ബിസി ആയി നിൽക്കും അധികം ആൾക്കാരും. പക്ഷെ എന്ത് ചെയ്യൂല, ലൈഫിൽ ലിറ്ററലി റിസൾട്ട് ഉണ്ടാക്കി തരുന്ന, ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്യൂല. ഹൈ പെർഫോമേഴ്സിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്തല്ല ഒരുപാട് സമയം പണിയെടുക്കുന്ന ആൾക്കാരല്ല. പകരം ദേ യൂസ് ദ റൈറ്റ് അവേഴ്സ്. കാരണം അത്രേ ഉള്ളൂ. എത്ര മണിക്കൂർ പണിയെടുത്തു എന്നുള്ളത് ശരിക്കും എന്താ അറിയോ, അതൊരു വലിയൊരു സംഭവം എന്നല്ല. അത് ശരിക്കും നല്ലൊരു മെട്രിക് അല്ല. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് റിയൽ മെട്രിക്സ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു അനാലജി തോന്നി, ദ ഫൗണ്ടർ വെസസ് എംപ്ലോയി മൈൻഡ് സെറ്റ് എന്നുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒന്നുകൂടി മനസ്സിലാവും. അധികം എംപ്ലോയീസും അല്ലെങ്കിൽ ഈ 9 to 5 വർക്ക് ചെയ്യണമല്ലൊക്കെ ടൈം ബേസിൽ വർക്ക് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു ക്ലോക്കിങ് ചെയ്യുന്നത് ഒരു 9 മണിക്കോ 10 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓല അവിടെ നിന്ന് ഇറങ്ങുന്നത് ഏകദേശം ഒരു ക്ലോക്ക് ഔട്ട് ചെയ്യുന്നത് ഒരു 5 മണിക്കോ 6 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അധിക ദിവസം എത്രത്തോളം റിസൾട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് ശരിക്കും നീഡിൽ മൂവ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക് ഞാൻ ചെയ്തു എന്നുള്ളതിന് പകരം ഓലൊരു ഫോക്കസ് സബ് കോൺഷ്യസ്ലി എങ്ങനെ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കാം, ആ ഒരു ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്താണ്ട് എനിക്ക് പുറത്ത് കിടക്കാം എന്നുള്ള രീതിയിലേക്കായി മാറും. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര ചാൻസ് കൂടുതലാണ് ബിസി ആവാൻ ഇൻസ്റ്റെഡ് ഓഫ് ബീങ് പ്രൊഡക്റ്റീവ്. എല്ലാവരും കേസ് അല്ലോട്ട് ഞാൻ പറയണത്. ചില കമ്പനികൾക്ക് നല്ല അടിപൊളി കൾച്ചർ ഉണ്ടാവും. അതായത് എംപ്ലോയീസിന് കൂടുതൽ ഓട്ടോണമി കൊടുത്ത് ഓൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള കുറേ സൗകര്യവും കാര്യങ്ങളും ഫ്രീഡും അതൊക്കെ കൊടുത്തിട്ട് ഓല കമ്പനീൻ്റെ ഷെയർഡ് മിഷൻ്റെ ഒരു ഭാഗമാക്കുന്ന രീതിയിലുള്ള കൾച്ചറുള്ള അടിപൊളി കമ്പനികളുണ്ടാവും. ബട്ട് ലെറ്റ്സ് ബി ഓണസ്റ്റ്, അങ്ങനത്തെ കമ്പനികൾ വളരെ റെയർ അല്ലേ. എനിക്കിത് അറിയാം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്ത ആളാണ്. ഞാൻ CAൻ്റെ ആർട്ടിഷിപ്പ് ചെയ്യുന്ന ടൈമിൽ, ട്രെയിനിങ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ 9:30 ക്ലോക്കിൻ ചെയ്യും, അതുപോലെ 5:30 ക്ലോക്ക് ഔട്ട് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ടാക്സിൻ്റെ കേസ് പറഞ്ഞുതരാം. GSTൻ്റെ ഡ്യൂ ഡേറ്റ് ആകുമ്പോഴും ഇൻകം ടാക്സിൻ്റെ ഒക്കെ ഡ്യൂ ഡേറ്റ് ആകുമ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കും. എല്ലാ അവനാൻ്റെ ക്ലയൻസുകളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ദിവസങ്ങളിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, ഭയങ്കര ഡെഡിക്കേഷൻ പോലെ ആയിരിക്കും. പക്ഷേ അധിക ദിവസങ്ങളും ഈ ഡ്യൂ ഡേറ്റ് അല്ലാത്ത ദിവസങ്ങളുണ്ടാവുമല്ലോ, ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അധിക ടൈമും അവിടെ ഉള്ളവരോട് സംസാരിച്ചാണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ആൾ ടാബ് അടിച്ച് കളിച്ചാണ്ടോ, ടാബ് ഇങ്ങനെ മാറ്റി കളിച്ചാണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ യൂട്യൂബ് കണ്ടാണ്ടോ ഇങ്ങനെ കയറി ടൈം സ്പെൻഡ് ചെയ്യേണ്ടാവുക. രാവിലെ 9:30 വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വൈകുന്നേരം 5:30 ആക്കി എടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യുക, വേഗം വീട്ടിലേക്ക് വേണ്ട. നമ്മളെ 4 hour വർക്ക് വീക്ക് എഴുതിയിട്ടുള്ള ടിം ഫെറിസ് പറയുന്ന പോലെ ബീയിങ് ബിസി ഈസ് ആക്ച്വലി എ ഫോം ഓഫ് ലേസിനെസ്. അത് നമ്മൾ വർക്ക് ചെയ്യണമെന്നൊക്കെ തോന്നും, നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് തോന്നും, കുറേ നേരം ഇങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളുമേ ബിസിയായി നിന്ന് കഴിഞ്ഞാൽ. പക്ഷെ അതിൽ ശരിക്കും എന്തില്ല, റിയൽ തിങ്കിങ്ങും റിഫ്ലക്റ്റിങ്ങും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിലില്ല. ആ ഒരു കിട്ടിയ സാധനത്തുമ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് പോവുക. ഇനി ഇതേ സംഭവം ഒരു ഫൗണ്ടറിൻ്റെ കേസിലൊന്ന് നോക്കി നോക്കി. അതായത് ഒരു കമ്പനി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ബിൽഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് നോക്കി നോക്കി. നിങ്ങളെ സ്വന്തം ഒരു സംഭവം ബിൽഡ് ചെയ്യുമ്പോൾ ഒരാളും കെയർ ചെയ്യില്ല എത്ര മണിക്കൂർ നിങ്ങൾ പണിയെടുത്തു എന്നുള്ളത്. നിങ്ങൾ ആരോട് പോയി കാണും 12 മണിക്കൂർ പണിയെടുത്തു, 16 മണിക്കൂർ പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റോറീസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ശരിക്കും ആൾക്കാർ ഇമ്പ്രസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഈ പാത്തിലുള്ളവർ നിങ്ങളെ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും അവിടെ റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അവിടെ റിസൾട്ട് ഇല്ലേ, നമ്മൾ തോറ്റു എന്നുള്ളത് തന്നെയാണ്. ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ക്രൂവലാണ്. കാരണം നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റിസൾട്ടുകൾ എപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റിസൾട്ടും അല്ലെങ്കിൽ ഔട്ട്കത്തും നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇൻപുട്ടിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷേ അതാണ് റിയാലിറ്റി. റിസൾട്ട് ബേസ്ഡ് അല്ലെങ്കിൽ റിസൾട്ട് ഫോക്കസ്ഡ് ആയിക്കാണ്ട് വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മളിവിടെ പണിയെടുത്താലേ ഇവിടെ ശരിക്കും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആ റിസൾട്ട് നമുക്ക് വേണം എന്ന് നമുക്ക് അറിയുന്നത് നമ്മളാണ് ആ സംഭവം തുടങ്ങിയതെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നല്ല ഡെഡിക്കേഷൻ ഉണ്ടാവും. ഒന്ന്. രണ്ടാമത്തത്, നമ്മളവിടെ എന്താ ചെയ്യുക, ഏറ്റവും കൂടുതൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടാസ്കുകളായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടവ, നീഡിൽ മൂവിങ് ടാസ്കുകൾ. അല്ലാതെ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന സാധനങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യില്ല. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം പണിയെടുത്തു എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ലെവറേജ് കയറി നോക്കുക. അതായത് ഏത് സംഭവം കുറച്ച് ചെയ്താലാണോ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ ഏത് മീഡിയം യൂസ് ചെയ്തുകൊണ്ടാണോ നമുക്ക് കുറച്ച് ഇൻപുട്ട് കൊണ്ട് അതിന് ഡിസ്പ്രപ്പോർഷണൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കും. എനിക്കിതറിയാം. കാരണം എന്താണ്, ഞാൻ ഈ സിറ്റുവേഷനിലുണ്ട്. ഞാൻ 2 സിറ്റുവേഷനിൽ വർക്ക് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ എത്ര നേരം പണിയെടുത്തു എന്ന് ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ശരിക്കും നമ്മളെ ചാനലിന് ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ വിഷയം. നമ്മളൊരു സംഭവം തുടങ്ങുമ്പോൾ അവിടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ, നമ്മളിപ്പോൾ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മേ ബി കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേറെ ഉള്ള ബ്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഞാൻ ആരോട് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാം? എന്തെങ്കിലും സംഭവം വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആരോട് പോയി കണ്ട് പറയാം? ആരുമില്ല, ആരും പറയല്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മൾ പണിയെടുത്താലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ആരോടും കംപ്ലയിൻറ്റ് പറയാൻ നമുക്കില്ല, ആരും കുറ്റപ്പെടുത്താനും നമുക്കില്ല. ഇവിടെ ഒക്കെ നമ്മളെ കയ്യിൽ തന്നെയാണ്. നമ്മൾ പണിയെടുത്താലേ എന്തുണ്ടാവുള്ളൂ, ഇവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. സത്യാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൻ എംപ്ലോയി ക്യാൻ വേസ്റ്റ് 8 hours ആൻഡ് സ്റ്റിൽ ഗെറ്റ് പെയ്ഡ്. എപ്പോഴും ചെയ്യാൻ പറ്റുന്നല്ല, പക്ഷെ എന്നാലും കുറച്ച് ദിവസങ്ങൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും
ആൻഡ് സ്റ്റിൽ ഹി ക്യാൻ ഗെറ്റ് പെയ്ഡ്. പക്ഷേ ഒരു ഫൗണ്ടറിൻ്റെ കേസ് അങ്ങനെയല്ല. ഒരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ അയാൾ പണിയെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പൈസ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പണിയെടുത്തിട്ടില്ലെങ്കിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവിടെ സ്ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ മൂപ്പർ അവിടെ വേസ്റ്റ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഇതിലേക്ക് കാണും. ഗ്രോത്തിലാണെന്നുണ്ടെങ്കിലും സ്ട്രെസ്സിലാണെന്നുണ്ടെങ്കിലും പൈസൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ ആ ഇമ്പാക്റ്റ് അപ്പം തന്നെ അവിടെ കാണാൻ തുടങ്ങും. അവിടെ ഒരു സേഫ്റ്റി നെറ്റും ഇല്ല, മന്ത്ലി സാലറി ഇല്ല നമ്മളെ സേവ് ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് ബ്ലെയിം ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും കീഴിൽ ഏതെങ്കിലും ബോസിൻ്റെ കീഴിൽ വിളിച്ചിരിക്കാനും പറ്റില്ല, അയാളെ മേത്തേക്ക് ബ്ലെയിം ചെയ്തുകൊണ്ട്. സോ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, എംപ്ലോയി ആയി കഴിഞ്ഞാൽ മോശം, അല്ലെങ്കിൽ ഫൗണ്ടർ ആയി കഴിഞ്ഞാൽ അടിപൊളി, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇതല്ല. പകരം ആ ഒരു മൈൻഡ് സെറ്റ് നോക്കുക. അതായത് നമ്മളെ ഔട്ട്കം നമ്മൾ ചെയ്യുന്ന ആക്ഷനിൽ തന്നെ കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ മനസ്സിലാകുമ്പോൾ നമ്മൾ പണിയെടുത്താലേ അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി. ഇപ്പോൾ ഞാൻ CA പഠിക്കുമ്പോഴൊക്കെ ആ ഒരു മൈൻഡ് സെറ്റാണ് ഫോളോ ചെയ്തിന്. എനിക്കറിയാം ഞാൻ പണിയെടുത്താലേ അവിടേക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ, ഞാൻ പണിയെടുത്താലേ ഞാനവിടെ എക്സാം പാസ്സാവുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഞാൻ പണിയെടുത്താലേ എനിക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള മൈൻഡ് സെറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് എവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ റിസൾട്ട് നമ്മളെ ആക്ഷൻസുമായി ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് എന്താവും, ഒന്നുകൂടി ബെറ്റർ ആവും. നമ്മളെന്ത് ചെയ്യും, കുറേ ടൈം വേസ്റ്റ് ആക്കുന്ന റിപ്പറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ബിസി ആവുന്നതിന് പകരം ആക്ച്വലി പ്രൊഡക്റ്റീവ് ആവാൻ തുടങ്ങും. അപ്പോൾ ഒന്ന് ആലോചിച്ച് ശരിക്കും എനിക്കിപ്പോൾ റിസൾട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോക്ക് വേണമെങ്കിൽ ഒരു 100K വ്യൂസ് വരാം, എന്നാൽ അതേ വീഡിയോക്ക് തന്നെ ഒരു 2000 വ്യൂസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ് വരിക എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരാൻ ചാൻസ് ഉള്ള രീതിയിൽ എനിക്ക് വർക്ക് ഇടാൻ പറ്റും. പൊട്ടൻഷ്യൽ ഉണ്ട്, ഈ വീഡിയോ കയറാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ അത്രയും അടിപൊളി കണ്ടൻറ്റുകൾ കൊണ്ടുവരണം. അത് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ റിസൾട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും. അപ്പോൾ എനിക്ക് ഈ റിസൾട്ടിൽ എനിക്ക് ഭയങ്കര റോൾ ഉണ്ട് എനിക്ക് അറിയണതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ മാക്സിമം പണിയെടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രയോറിറ്റി ബേസ്ഡ് അതേപോലെ തന്നെ നീഡിൽ മൂവിങ് ടാസ്കുകളുടെ ബേസിൽ സംഭവങ്ങൾ ഒരു ദിവസം അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ എൻ്റെ ദിവസത്തിൻ്റെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരിക്കലും എൻ്റെ ദിവസം ടാസ്കിൻ്റെ ബേസിലല്ല ഓർഗനൈസ് ചെയ്യുക, പകരം എൻ്റെ ബ്രെയിൻ സ്റ്റേറ്റിൻ്റെ ബേസിലാണ്. അതായത് ഏറ്റവും ഫോക്കസ്ഡായി നിൽക്കുന്ന ടൈം, പിന്നെ ഒരു അഡ്മിൻ അല്ലെങ്കിൽ ഒരു മാനേജർ ടൈം, അതേപോലെ തന്നെ പിന്നെ ഒരു റിക്കവറി ടൈം, ആ രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്യൽ. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡീപ്പ് വർക്ക് സോണാണ്. അതായത് മോർണിംഗ്, പ്രത്യേകിച്ച് മീറ്റിങ്ങുകളോ കാര്യങ്ങളോ അങ്ങനത്തെ വർക്കുകളോ കാര്യങ്ങളോ അഡ്മിൻ ടാസ്കുകളൊക്കെ വരുന്നതിന് മുമ്പ് മോർണിംഗ് ഒരു 90 minutes to 3 hours എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു സാക്രഡ് അവേഴ്സാണ്. എനിക്ക് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ടൈമാണ്. ദ ഡീപ്പസ്റ്റ് വർക്ക് ഈസ് ഡൺ ഇൻ ദിസ് ബ്ലോക്ക്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ചെയ്യാൻ, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാൻ, അതുപോലെ സ്ട്രാറ്റജികൾ ഉണ്ടാക്കാൻ, അതുപോലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ടൈമിൽ എന്നെ ആരും ശല്യപ്പെടുത്താനില്ല, ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ ഈ സംഭവം ഇന്ന് ഏറ്റവും ഫോക്കസ് കിട്ടുന്ന ടൈമാണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതായത് ഇത്രേ ഉള്ളൂ, ക്രിയേഷൻ ബിഫോർ കൺസംഷൻ. നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, സംഭവം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ അധികം ആൾക്കാരുടെ കേസിലും ഓല് മെൻ്റലി ഡൗൺ ആവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഓല് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പോൾ നമ്മളിവിടെ കൺസംഷൻ റേഷ്യോനെക്കാട്ടും കൂടുതൽ ക്രിയേഷൻ റേഷ്യോ കൂടുമ്പോൾ ജനറലി ഉള്ളിൽ എന്തുണ്ടാവും, ആ ഒരു ഫുൾഫിൽമെൻറ്റും കാര്യങ്ങളൊക്കെ കൂടും. അത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇനി രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് എക്സിക്യൂഷൻ സോണാണ്. അതായത് ഒരു മിഡ് ഡേ എന്ന് പറയും. ഇപ്പോൾ രാവിലെ ഒരു ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു 11 മണി ടു ഒരു ഉച്ച വരെയൊക്കെ എന്നെ സംബന്ധിച്ചൊരു അഡ്മിൻ മോഡാണ്. അതായത് റിപ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ബ്രെയിൻ വല്ലാതെ യൂസ് ചെയ്യേണ്ട, പക്ഷേ എല്ലാ ദിവസവും ചെയ്യണം. മറ്റീൻ്റെ അത്ര പ്രൊഡക്റ്റീവ് അല്ല, പക്ഷേ ഇത് ചെയ്യൽ നെസസറിയാണ്. അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് കമ്മ്യൂണിറ്റീൻ്റെ മാനേജിങ്, മെസ്സേജിന് റിപ്ലൈ കൊടുക്കൽ, അതേപോലെ 1-on-1 കോളുകൾ ഇരിക്കൽ, അതേപോലെ അടുത്ത സംഭവങ്ങൾ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യൽ. അതൊന്നും എന്തല്ല, പ്രിപ്പയർ ചെയ്യൽ സത്യം പറഞ്ഞാൽ കുറച്ചൊരു ക്രിയേറ്റീവാണ്, പക്ഷെ എന്നാലും ഞാൻ ആ ഒരു ബ്ലോക്കിലാണ് ചെയ്യൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സംഭവങ്ങൾ എൻ്റെ ഫസ്റ്റ് 3 hours ഞാൻ ചെയ്യും, വേറെ ഡിസ്ട്രാക്ഷൻക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ്. പിന്നെ ഞാൻ എന്ത് ചെയ്യും, മിഡ് ഡേ എന്ന് പറയുന്നത് അത്ര ക്രിയേറ്റീവ് അല്ലാത്ത ബട്ട് സ്റ്റിൽ ചെയ്യാൻ നെസസറി ആയിട്ടുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, ഒരു അഡ്മിൻ അല്ലെങ്കിൽ ഒരു മാനേജർ മോഡ് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ആ ഒരുപാട് സംഭവങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ടാസ്കുകൾ മിസ്സാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ കറക്റ്റ് ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് കയറി ചെയ്യേണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്താണ്ട് പിന്നെ ഒരു എന്താ പറയുക, ഫിസിക്കൽ മൂവ്മെൻറ്റിനുള്ള ബ്ലോക്കാണ്, അല്ലെങ്കിൽ ഫിസിക്കൽ മൂവ്മെൻറ്റിനുള്ള ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ എന്ത് ചെയ്യുന്നു, ഒരു 2 മണിക്കൂർ ജിമ്മിലേക്ക് പോകുന്നു, നല്ല വർക്കൗട്ട് ഇറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് റിക്കവറി സോണാണ്. റിക്കവറി സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത്രേ ഉള്ളൂ, ഡിന്നറൊക്കെ കഴിച്ചാണ്ട് ഫാമിലിയിലൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. അതേപോലെ നൈറ്റ് റൂട്ടീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നൈറ്റ് റൂട്ടീൻ എപ്പോൾ സാക്രിഫൈസ് ആവുന്നോ അത് പോയിക്കാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വർക്ക് വരുന്നോ. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റീൻ്റെ 1-on-1 കോളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഒരു ടൈമിലേക്ക് വന്നപ്പോൾ കൂടുതൽ എന്തായി, ഔട്ട്ലേഴ്സ് ക്ലബ്ബിലെ ആൾക്കാരെ പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് അതൊക്കെ ഞാൻ രാത്രിയിലേക്ക് മാറ്റി. അപ്പോൾ പിന്നെ നൈറ്റ് റൂട്ടീൻ അവിടെ സാക്രിഫൈസ് ആയി. നൈറ്റ് റൂട്ടീൻ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്, അപ്പോൾ നമ്മളെ ഉറക്കത്തിൻ്റെ ടൈമിങ് അങ്ങോട്ട് കൊണ്ട് തെറ്റും. അങ്ങനെ തെറ്റി കഴിയുമ്പോൾ രാത്രി സ്ട്രെസ്ഡ് ഒക്കെ ആയിക്കൊണ്ടാണ് ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ, നൈറ്റ് റൂട്ടീൻ ചെയ്യാതെ ഉറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്ത് സ്ലീപ്പിൻ്റെ ക്വാളിറ്റി ഭയങ്കര മോശമാണെന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസത്തെ ക്രിയേഷനെ അത് ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യും, കൂടുതൽ കഫീൻ എടുക്കും,
കൂടുതൽ കോഫി കുടിക്കും. കൂടുതൽ കോഫി കുടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താവും, അന്നത്തെ ദിവസം രാത്രി പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഉറക്കം വരുള്ളൂ. അപ്പോൾ വീണ്ടും ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ആവും. പിന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്, ട്രെയിൻ ചെയ്യാനുള്ളൊരു ടൈം വേണം, അത് കഴിഞ്ഞിട്ട് റിക്കവറിക്ക് ഒരു ടൈം വേണം. അതായത് പതുക്കെ വർക്കും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് ഇന്നത്തെ വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞു, ഇനി കുറച്ച് റിലാക്സിങ് ആയിട്ടുള്ള സംഭവം ചെയ്യാന്നുള്ള രീതിയിൽ എന്ത് ചെയ്യും, ബ്രൈറ്റ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫ് ആക്കിയിട്ട് യെല്ലോ ലൈറ്റ്സ് കാര്യങ്ങൾ ഓൺ ആക്കിയിട്ട് എന്ത് ചെയ്യും, ഞാൻ കുറച്ച് നേരം ഫിക്ഷനൊക്കെ വായിച്ച് പിന്നെ ജേർണൽ ചെയ്യണമെങ്കിൽ ജേർണൽ ചെയ്ത് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്ത് അങ്ങനെ ഒരു നൈറ്റ് റൂട്ടീൻ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി അത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ നല്ല എനർജി ഉണ്ടാവലുണ്ട്. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ബ്ലോക്ക് അതേപോലെ തന്നെ ഈ റിക്കവറി ബ്ലോക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് എനിക്ക് എന്ത് വരുന്നത്, സോഷ്യൽ ടൈം വരുന്നത് അധികം. അതായത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണതും ആൾക്കാരായിട്ട് സംസാരിക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ സംബന്ധിച്ച് അങ്ങനത്തെ കാര്യങ്ങളും നെസസറിയാണ്. ജസ്റ്റ് വർക്ക് മാത്രമല്ല, ഫിസിക്കൽ ഹെൽത്തിനും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, സോഷ്യൽ ലൈഫിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഏറ്റവും പ്രയോറിറ്റി അല്ല, കാരണം ഏറ്റവും പ്രയോറിറ്റി ടാസ്കുകളാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ എൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി കുറഞ്ഞ് ഇങ്ങനെ വരും. ഞാൻ മോർണിംഗിലാണ് ഫ്രണ്ട് ലോഡ് ചെയ്യൽ. പക്ഷെ ചില ആൾക്കാർക്ക് അങ്ങനെ ആവില്ല. ഓല ബ്രെയിൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ എനർജി സംബന്ധിച്ച് ഫസ്റ്റ് കുറവായിരിക്കും, പിന്നെ കൂടി വരുന്ന ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ടാസ്കുകൾ ഇങ്ങനെ ചെയ്ത് പോകുന്നതിൻ്റെ പകരം നമ്മൾ ബ്രെയിൻ സ്റ്റേറ്റ് നോക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ഒപ്റ്റിമൈസ് ആവണം, ഏറ്റവും കൂടുതൽ ഫോക്കസ് വരുന്ന ഈ സാധനങ്ങൾ നോക്കുക, അതുപോലെ നമ്മളെ ടാസ്കിൻ്റെ പ്രയോറിറ്റീസ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു സ്റ്റേറ്റിനനുസരിച്ച് ആ ടാസ്കുകൾ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതിൻ്റെ കുറച്ച് നോൺ നെഗോഷ്യബിൾ റൂൾസുകൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വർക്ക് ഡേ സെറ്റ് ചെയ്യുമ്പോൾ ഇതേ സംഭവങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യണം എന്നല്ല കേട്ടോ, ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യണം, അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാണ്. അതിൽ ഒന്നാമത്താണ് ലെവറേജ് ഫസ്റ്റ് ആൾവേസ്. എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഈ ഒരു നിങ്ങൾക്ക് അറിയണ്ടാവും പാരേറ്റോസ് പ്രിൻസിപ്പിൾ എന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അത് എന്തിലാണെന്നുണ്ടെങ്കിലും 20% ഇൻപുട്ടായിരിക്കും 80% ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. അതായത് ഒരു ദിവസം ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൽ 20% ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും 20% സാധനങ്ങളായിരിക്കും എനിക്ക് ലൈഫിൽ വേണ്ട. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടൻറ് ക്രിയേഷൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ രാവിലെ തൊട്ട് ഈവനിങ് വരെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ രാവിലെ ഞാൻ ചെയ്യുന്ന ഒരു 2 മണിക്കൂർ റൈറ്റിംഗ് ആയിരിക്കും എൻ്റെ കണ്ടൻറ്റിൻ്റെ ഏറ്റവും കോർ എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ കണ്ടൻറ് ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അത് ഒരു ദിവസത്തെ മൊത്തം ടാസ്കുകൾ നോക്കുമ്പോൾ ആകെ 20% ഉള്ളൂ. അപ്പോൾ ഈ സാധനം ഞാൻ എന്ത് ചെയ്യും, എന്തായാലും ചെയ്യണം, ടോപ്പ് പ്രയോറിറ്റി രീതിയിലാണ് പെടുക. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഞാനത് ചെയ്യുന്നത്. നമ്മളങ്ങനെ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പ്രയോറിറ്റി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ ആയിട്ട് ഒരു 60% സംഭവം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ പോലും നമുക്ക് കുറേ ചെയ്ത പോലെ തോന്നില്ല. പക്ഷെ നമ്മൾ ചെയ്ത സാധനങ്ങൾ ശരിക്കും എന്തായിരിക്കും, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൊരു 60% ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ലൈഫിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഞാൻ കീപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ റൂളാണ് ഡീപ്പ് വർക്ക് ബിഫോർ ദ വേൾഡ് ടച്ചസ് യു. അതായത് വേറെ മെസ്സേജുകളും അതുപോലെ ആൾക്കാരെ കോളുകളും അതുപോലെ മെയിനായിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ആൾക്കാർ ഒരു വർക്ക് മോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ്, നോർമലി ഒരു ആൾക്കാർ വർക്ക് മോഡിലേക്ക് കടക്കപ്പോഴാണ് ഒരു 10 മണി 9 മണി ആ ഒരു ടൈമാണ്. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഡീപ്പ് വർക്ക് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ മീറ്റിങ്സ്, സ്ക്രോളിങ്, മെസ്സേജ്, നോയ്സ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് എത്തുമ്പോഴത്തേനും ഇതിൻ്റെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള സംഭവം കഴിഞ്ഞിട്ടുണ്ടാവും, ഏറ്റവും ഫോക്കസിൽ. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും, അവിടെ നിന്ന് അങ്ങോട്ട് അഡ്മിൻ ടാസ്കുകളായിരിക്കും. മൂന്നാമത്തെ റൂളാണ് ടൈം ബ്ലോക്കിംഗ് ഈസ് എവറിത്തിങ്. ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്, അതിൽ എന്താ പറയുക, ഇന്ന ടാസ്കുകൾ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്നത്, ഓർഡറൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ടാസ്കുകൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ അവിടെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഒരു ടാസ്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ഇനി എപ്പോഴാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇതെപ്പോഴാണ് കഴിയുക എന്നുള്ളത്. പക്ഷെ നമ്മളൊരു ടൈം ബ്ലോക്കിംഗ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്കിന് ഒരു സ്റ്റാർട്ടിംഗ് ടൈമും എൻഡിങ് ടൈമും ഉണ്ട് ഓരോ ടാസ്കിനും എന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും, പാർക്കിൻസൺസ് ലോ എന്നുള്ളത്. അതായത് നമ്മൾ എത്രത്തോളം ഡെഡ് ലൈൻ കീപ്പ് ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു സംഭവം ചെയ്യാനുള്ള ഡെഡ് ലൈൻ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യും. അതായത് നമ്മൾ ഒരു ദിവസം ഒരു ടാസ്ക് ചെയ്യാൻ കൊടുത്തുന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം കംപ്ലീറ്റ്ലി അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ടാസ്ക് ഫില്ല് ചെയ്തുകൊണ്ടായിരിക്കും അത് ചെയ്യേണ്ടത്. അതേസമയം ആ ടാസ്ക് ചെയ്യാൻ നമ്മൾ 3 മണിക്കൂറെ കൊടുത്തിട്ടുള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡെഡ് ലൈൻ കാരണം നമ്മൾ ആ 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് തീർക്കും. സോ നമ്മൾ എങ്ങനെയാണോ നമ്മളൊരു ഡെഡ് ലൈൻ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ആ ടാസ്ക് ചെയ്യുന്ന ഡ്യൂറേഷൻ വരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓരോ ടാസ്കുകൾക്കും ഓരോ ബ്ലോക്കുകൾ കൊടുക്കും. ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള ബ്ലോക്ക്, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നുള്ളത് വേറെ ഉണ്ടാവും. പക്ഷേ ഡീപ്പ് വർക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ, അത് കഴിഞ്ഞാൽ അഡ്മിൻ ബ്ലോക്ക് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ, അത് കഴിഞ്ഞാൽ റിക്കവറി ബ്ലോക്ക്, അത് കഴിഞ്ഞാൽ ട്രെയിനിങ് ബ്ലോക്ക്, അത് കഴിഞ്ഞാൽ നൈറ്റ് റൂട്ടീൻ ബ്ലോക്ക്. ആ രീതിയിൽ ബ്ലോക്കിംഗ് ആയിട്ട് ടൈം വെച്ചാണ് ഞാൻ കൊടുക്കും. മെയിനായിട്ട് ഇതിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു സംഭവം നമുക്ക് എന്തുണ്ടാക്കി തരും, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി തരും. നമ്മൾ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഓരോന്ന് ചെയ്താണ് ഇങ്ങനെ ചിന്തിക്കാൻ നിൽക്കേണ്ട എന്താ ചെയ്യുക എന്നുള്ളത്. ഡിസിഷൻ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മൈൻഡിൻ്റെ സ്പേസ് അല്ലെങ്കിൽ നമ്മളെ കോൺഷ്യസ് നമ്മൾ ഓരോ ഇൻഫർമേഷൻ ബിറ്റ്സ് പ്രോസസ്സ് ചെയ്യാൻ നമുക്ക് ലിമിറ്റഡ് ഇൻഫർമേഷൻ ഒരേ ടൈമിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടാസ്കുകൾക്ക് കൊടുക്കാതെ അടുത്ത് എന്ത് ചെയ്യണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യാനുള്ള സാധനം കൂടുതൽ ആരെടുക്കുന്നത്, ആ ഒരു ബാൻഡ് വിഡ്ത്ത് ആരെടുക്കുന്നത്, ഈ ഡിസിഷൻസ് എടുക്കുന്നത്. അപ്പോൾ
അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബാൻഡ് വിഡ്ത്ത് നമുക്ക് ഫ്രീ ആവുകയാണ് നമ്മൾ മെയിൻ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനെ സംബന്ധിച്ച് 4ാമത്തെ റൂളാണ് ഫിസിക്കൽ ട്രെയിനിങ് ഈസ് മാൻഡറ്ററി. ഹാർഡ് ഫിസിക്കൽ സ്ട്രെസ് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് മെൻ്റൽ ക്ലാരിറ്റി കൂടും. പ്രത്യേകിച്ച് നല്ല രീതിയിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഗ്രൈൻഡ് മൂഡിലാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ടിൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് സ്റ്റെബിലൈസ് യുവർ മൂഡ്, ഇറ്റ് വിൽ റെഡ്യൂസ് യുവർ സ്ട്രെസ്, ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഫോക്കസ്, ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് ഡിസിപ്ലിൻ. സോ അതുകൊണ്ട് തന്നെ മെൻ്റൽ പെർഫോമൻസിനായിട്ടും ഭയങ്കര രീതിയിൽ കണക്ഷൻ ഉള്ള ഒരു സംഭവമാണ് ഫിസിക്കൽ പെർഫോമൻസ് എന്നുള്ളത്. ഇനി റൂൾ നമ്പർ 5 എന്താ വെച്ചാൽ സ്ലീപ്പ് ഈസ് എ പെർഫോമൻസ് ടൂൾ, നോട്ട് എ വീക്ക്നെസ്. അപ്പോൾ എനിക്കൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പഠിച്ചിരുന്ന ടൈമിൽ, CA ഒക്കെ പഠിച്ചിരുന്ന ടൈമിൽ എത്ര മണിക്കൂർ നമുക്ക് സ്ലീപ്പ് എന്ന് കുറക്കാൻ പറ്റുമോ അത്രയും ടൈം നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടുക എന്നുള്ളത്. +2 നും +1 ഒക്കെ അങ്ങനെയാണ്. അതായത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രി ഒരു 10 മണി 11 മണിക്കൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 4 മണിക്കോ 3 മണിക്കോ എണീറ്റ് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ക്ലാസ്സൊക്കെ പോകുന്നതിന് മുമ്പ് ഇത്രയും ടൈം പഠിക്കാൻ കിട്ടുകയാണെന്നുള്ളത്. പക്ഷേ ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല എന്ത് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മളെ മെമ്മറി ആണെങ്കിലും നമ്മളെ റിക്കവറി ആണെങ്കിലും ഫിസിക്കൽ പെർഫോമൻസിനാണെന്നുണ്ടെങ്കിലും ഫോക്കസിനാണെന്നുണ്ടെങ്കിലും ഒരുവിധം മനുഷ്യൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഒരുവിധ എല്ലാ സാധനങ്ങളെയും അതിൻ്റെ മുകളിലൊക്കെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കോറിലേഷൻ ഉള്ള ഒരാളാണ് സ്ലീപ്പ് എന്നുള്ള സംഭവം ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല. അപ്പോൾ ഒക്കേഷനലി നമുക്ക് വർക്ക് കാരണങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ ലേറ്റ് നൈറ്റ് കാര്യങ്ങൾ. പിന്നെ സംബന്ധിച്ച് കമ്മ്യൂണിറ്റീൻ്റെ മീറ്റപ്പ്, ഔട്ട്ലൈസ് ക്ലബിൻ്റെ മീറ്റപ്പ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് എന്ത് ചെയ്തു, വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് നേരം വൈകി, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ രാത്രി കുറച്ച് ലേറ്റായി, ഉറങ്ങാനൊക്കെ ലേറ്റായി. അങ്ങനെ ഒക്കേഷനിൽ എന്നെ സംബന്ധിച്ച് എന്തുണ്ടാവലുണ്ട്, നമ്മൾ ലൈവ് സെഷൻസ് കാര്യങ്ങൾ വെക്കുമ്പോൾ നമ്മളെ മെമ്പേഴ്സിൻ്റെ കൂടെ ലൈവ് സെഷൻസ് വെക്കുമ്പോഴൊക്കെ ഒക്കേഷനിൽ ലേറ്റ് നൈറ്റ്സ് ആവലുണ്ട്. അത് വലിയൊരു സീനില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, റെഗുലറായിട്ട് സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്യാണ്. അതിനിപ്പോൾ നേരത്തെ എണീറ്റുകാണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഉറങ്ങാൻ വൈകിയാണ്ടായിക്കോട്ടെ. പിന്നീട് നമുക്കൊരു ക്രോണിക് സ്ലീപ്പ് ഡിപ്രൈവേഷനിലേക്ക് നമ്മൾ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് മനസ്സിലായിക്കോണമെന്നില്ല. അതായത് നമ്മൾ അതിനായിട്ട് ശീലമായിട്ടുണ്ടാവും. ഇത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ്. അതായത് ഇപ്പോഴത്തെ എന്നെ കമ്പയർ ചെയ്തുകൊണ്ട് അന്ന് ഞാൻ തീരെ ഉറങ്ങാതെ പഠിച്ചിരുന്ന ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഫിസിക്കലി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലേനു, പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ലേനു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേറ്റ് വെച്ചാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് അന്ന് തീരെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവില്ല, ക്ലാസ്സിൽ എടുക്കണമെന്നും എനിക്ക് മനസ്സിലാവണില്ലേനു, ഇതൊന്നും എനിക്ക് ബുദ്ധി ഇല്ലാത്ത കുഴപ്പമില്ലേനു. പക്ഷേ എന്തേനു ഞാൻ അവിടെ തീരെ ഉറങ്ങണില്ലേനു എന്നുള്ളത്. അപ്പോൾ സ്ലീപ്പിൻ്റെ കേസിൽ എപ്പോഴും എന്ത് ശ്രദ്ധിക്കുക, QQRT എന്നുള്ളത് ശ്രദ്ധിക്കുക. ക്വാളിറ്റി, ക്വാണ്ടിറ്റി, റെഗുലാരിറ്റി, ടൈമിങ്. അതായത് ക്വാളിറ്റിയുള്ള സ്ലീപ്പ് കിട്ടുന്ന ഉറപ്പ് വരുത്തുക. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തതിന്. ക്വാണ്ടിറ്റിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ റെസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്, അധികം ആൾക്കാർ കേസ് ഒരു 7 to 9 hours ആയിരിക്കും, അത് കിട്ടുന്ന ഉറപ്പ് വരുത്തുക. പിന്നെ കഫീൻ ലേറ്റ് ആയിട്ട് എടുക്കുന്നത്, അതുപോലെ സ്റ്റിമുലേഷൻ കാര്യങ്ങൾ, ഫോൺ നോക്കുന്നതും രാത്രി ഒരുപാട് നമ്മളെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ക്വാളിറ്റി കിട്ടും. പിന്നെ റെഗുലാരിറ്റി എന്നും ഏകദേശം ഒരേ ടൈമിൽ ഉറങ്ങുക. പിന്നെ ടൈമിങ് പറയുന്നത് നമ്മളെ ഒരു ടൈം ഉണ്ടാവും, നമുക്ക് ഏറ്റവും കൂടുതൽ ഉറങ്ങി എണീക്കാൻ പറ്റുന്ന നോർമലി നമ്മളെ സർക്കേഡിയൻ ഇതൊക്കെ അനുസരിച്ച് ഒരു ടൈം ഉണ്ടാവും. ആ ഒരു ടൈമിങ് ഫോളോ ചെയ്യുക എന്നുള്ളത്, ഈ സംഭവങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, നല്ല ഉറക്കം കിട്ടും. സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ടൂളാണെന്നുള്ളത് മനസ്സിലാക്കുക. സ്ലീപ്പ് ഒരിക്കലും എന്തല്ല, മദർ നേച്ചർ നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ ഇത്രയും നമുക്ക് ഏകദേശം 24 മണിക്കൂർ ഉണ്ടായിട്ടും അതിൽ 1/3 ഭാഗം സ്ലീപ്പിന് വേണ്ടി നമുക്ക് മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ അത് നിർബന്ധമാണ്. എല്ലാ ആനിമൽസിൻ്റെ കേസിലും അങ്ങനെ മാറ്റി വെച്ചു എന്നുണ്ടെങ്കിൽ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലേ. നമ്മളിപ്പോൾ കാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കടുവൊക്കെ ഒന്ന് കടിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ വേറെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മളൊരു ആക്ഷൻ ഒന്നും അറിയാതെ കിടക്കല്ലേ. എന്നിട്ടും അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബയോളജിയിൽ അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ ഫൈനൽ റൂൾ നമ്പർ 6 ഈസ് ഹാവ് എ മിഷൻ. നമ്മളിപ്പോൾ ടാസ്കിൻ്റെ ബേസിൽ നമ്മളെ ലൈഫിനെ അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ് ചെയ്യുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു മിഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ലോങ് ടേം ഗോൾ ഉണ്ടാകുമ്പോൾ, മിഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഈ ബേൺ ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നമുക്ക് ബോറിംഗ് ആണ് എന്നുണ്ടെങ്കിൽ ആ ടാസ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് മൂഡില്ല എന്നാലും ആ ടാസ്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സ്ട്രെസ് ഉണ്ട് ആ സ്ട്രെസ്സിലൂടെ പോയിക്കാണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഒക്കെ നമുക്കൊരു ഫ്യൂവൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തുണ്ടാവണം, ഒരു പർപ്പസ്, ഒരു മിഷൻ അവിടെ ഉണ്ടാവണം. അതെന്തോ ആയിക്കോട്ടെ, എൻ്റെ ഫാമിലിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇൻസ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി നിങ്ങൾക്ക് നല്ല ലെവലിലേക്ക് എത്തിക്കണം, എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഒരു മിഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. ജസ്റ്റ് എല്ലാ ദിവസവും ചെയ്യാനുള്ള ടാസ്ക് അല്ലെങ്കിൽ ടാസ്ക് ആൻഡ് ഡ്യൂട്ടീസിൽ വീണ് പോവാതെ ഒരു ലോങ് ടേം മിഷൻ ഈ സംഭവം കീപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു വീണ് പോകുന്ന ഫേക്ക് പ്രൊഡക്ടിവിറ്റി ട്രാപ്സുകളാണ് എന്ത്, കൂടുതൽ സമയം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ 12 13 അല്ലെങ്കിൽ 16 മണിക്കൂറുകൾ വർക്ക് ചെയ്തു, അങ്ങനെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതിന് ഫോക്കസ് കൊടുക്കുന്നത്. സ്ലീപ്പ് സാക്രിഫൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ സമയം ഉണ്ടാക്കുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതലായിട്ട് കഫീൻമേ റിലേ ചെയ്യുന്നത് ഫോക്കസിന് വേണ്ടിയിട്ട്, സ്ലീപ്പുമേ റിലേ ചെയ്യുന്നതിൻ്റെ പകരം അതുപോലെ മൾട്ടി ടാസ്ക് ചെയ്യുന്നത്, അതുപോലെ ശരിക്കും റിസൾട്ട് തരുന്ന ടാസ്കുകൾ ഏതാണെന്ന് നോക്കാതെ ജസ്റ്റ് റാൻഡം സാധനങ്ങൾ എന്നും ഇങ്ങനെ ചെയ്താണ്ട് ഷാലോ ടാസ്കുകൾ വെച്ചാണ്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം ഫില്ല് ചെയ്യുക എന്നുള്ളത് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള. അതുപോലെ എത്രത്തോളം മണിക്കൂർ പണിയെടുത്തു എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുക, എന്തിന് പകരം റിസൾട്ടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ പകരം. ശരിക്കും ഈ നമ്മൾ ഓഫീസിലൊക്കെ ചെയ്യുന്ന വർക്കുകൾ, അല്ലെങ്കിൽ 9 to 5 ചെയ്യുന്ന വർക്കുകളിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവമാണ്, നമുക്കൊരു 3 4 5 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന വർക്കുകൾ ഉണ്ടാവുള്ളൂ.
ശരിക്കും നമ്മൾ ഡീപ്പ് ഫോക്കസിൽ ഇരുന്ന് കഴിഞ്ഞാൽ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത് ഒരുപാട് ഷാലോ ടാസ്കുകളും കോൺസ്റ്റൻറ്റ് സ്വിച്ചിങ്ങും മൾട്ടി ടാസ്കിങ്ങും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതൊരു 8 മണിക്കൂർക്കാണ് സ്ട്രെച്ച് ചെയ്യും. സോ എപ്പോഴും മനസ്സിലാക്കുക, ബീയിങ് ബിസി അല്ല നമ്മളെ ഗോൾ എന്ന് പറയുന്നത്, ബീയിങ് പ്രൊഡക്റ്റീവാണ്. ഇനി നിങ്ങളോട് പറയാനുള്ള ഒരു സംഭവമാണ്, എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഒരു എന്താ പറയുക ഭയങ്കര ഫോക്കസ് അല്ലെങ്കിൽ ഹാർഡ് പാത്തിൽ പോകുമ്പോൾ, ഈ ഒരു ഡിസിപ്ലിൻ്റെ പാത്തിൽ പോകുമ്പോൾ ഒരു 80-20 റൂൾ കീപ്പ് ചെയ്യുക. 100% ഡിസിപ്ലിനിൽ നമ്മൾ പോകാൻ നോക്കിക്കഴിഞ്ഞാൽ പക്ക 4 മണിക്ക് എണീക്കുന്നു, പിന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ഇത് ചെയ്യുന്നു ജേർണൽ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമൊക്കെ ചിലപ്പോൾ അത് അടിപൊളിയായി പോയി നോക്കാം. പക്ഷെ നമ്മൾ 100% ഡിസിപ്ലിനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ അവോയ്ഡൻസ് അവിടെ സംഭവിക്കും. സ്ട്രെസ് ഇങ്ങനെ ബിൽഡപ്പായി ഇങ്ങനെ വരും. നമ്മൾ പക്ക റിജിഡായിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ അവസാനം ലാസ്റ്റ് എന്തുണ്ടാവും, അങ്ങനെ ആ പ്രഷർ ബിൽഡപ്പായി ബേൺ ഔട്ട് എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ സംഭവങ്ങളും ഒരു 80% കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. അതിപ്പോൾ സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിലും ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മളെ പ്രൊഡക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിലും ഇതിലൊക്കെ ഒരു 80% കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഒരു 20% ഫ്ലെക്സിബിലിറ്റിയും കീപ്പ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ, നമുക്ക് ഒരു ദിവസം ട്രിപ്പ് പോകാൻ, നമുക്ക് കുറച്ച് നേരം നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, ആ രീതിയിലൊക്കെ. കാരണം നമ്മൾ ഒരിക്കലും എന്തല്ല 1-2 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മളൊരു മിഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത്, നമ്മൾ ലൈഫ് ലോങ് ഫോളോ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ലൈഫ് ലോങ് നമുക്ക് എന്ത് വേണം, ആ ഒരു ചെയ്യുന്ന ആ ഒരു ജേണി എൻജോയബിൾ ആവണം. അങ്ങനെ എൻജോയബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഒരു 20% നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ചെയ്യാനൊരു ഗ്യാപ്പ് വേണം. ഇപ്പം എൻ്റെ സ്വന്തം ഒരു ട്രാൻസ്ഫോർമേഷൻ ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ കണ്ടൻറ് ക്രിയേഷനും അതേപോലെ എൻ്റർപ്രണർഷിപ്പിലേക്കും ഇറങ്ങുന്നതിൻ്റെ മുമ്പ് എൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഞാനൊരു ആർട്ടിക്കിളായിക്കാണ്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ശരിക്കും അവിടെ എന്തില്ലേനു, ആ ഒരു വർക്കിൻ്റെ കേസിൽ എനിക്ക് അവിടെ ശരിക്കും ഒരു മിഷൻ ഇല്ലേനു. ഞാനവിടെ ഓഫീസ് അവേഴ്സ് ജസ്റ്റ് ഫില്ല് ചെയ്യുക, എങ്ങനെയെങ്കിലും 9 തൊട്ട് 5 ആക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫിസിക്കലി അന്ന് ആക്റ്റീവ് ആയിരുന്നു, വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അവിടെ എനിക്ക് എന്തില്ല, എൻ്റെ മിഷനായിട്ട് അലൈൻ ചെയ്താണ്ടോ അങ്ങനെ ഒന്നല്ല ഞാൻ ചെയ്തിരുന്നത്. ജസ്റ്റ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിരുന്നത്. പിന്നെ അന്നത്തെ കേസ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ അന്ന് എന്തായിരുന്നു, ക്രിയേഷൻ എന്ന് പറയുന്ന സംഭവം കുറവായിരുന്നു, കൂടുതൽ കൺസംഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഞാൻ എൻ്റെ ലൈഫ് ഇപ്പോഴത്തെ രീതിയിൽ സെറ്റ് ചെയ്തപ്പോൾ, അതായത് ജസ്റ്റ് ടാസ്കുകൾ മാത്രമല്ല, എനർജി, മെൻ്റൽ സ്റ്റേറ്റ്, അതുപോലെ ലെവറേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡേയ്സൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ, ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് കൂടുതൽ ഫോക്കസ് കിട്ടുന്നുണ്ട്. എൻ്റെ വർക്കൗട്ടും അതുപോലെ തന്നെ എൻ്റെ ലൈഫ് അലൈൻഡാണ്, എൻ്റെ മിഷനും അലൈൻഡാണ്. ഇവിടെ എനിക്കൊരു പർപ്പസ് ഉണ്ട്, ഇവിടെ എനിക്ക് ഒരുപാട് ആൾക്കാരെ ഇൻസ്പയർ ചെയ്യണം, അതുപോലെ ഓരോ ലൈഫിൽ മാറ്റം കൊണ്ടുവരാനൊരു കാരണം ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവിടെ ഞാൻ കൂടുതൽ ക്രിയേറ്റീവ് ആവുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി അൺലോക്ക്ഡ് ആയി, കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് ഇമ്പ്രൂവ് ആയി, പ്രോഗ്രസ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ആ ഒരു 1 ഇയർ മുമ്പുള്ള ജേണിയിൽ ഇപ്പോഴത്തെ ജേണി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഷാമിന് വന്നൊരു മാറ്റം. ജസ്റ്റ് ഒരു ബിസി വർക്കറിൽ നിന്ന് ഒരു ഇൻറ്റൻഷണൽ ഹൈ പെർഫോമറിലേക്ക് ഞാൻ മാറി. സോ അവസാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ഹൈ പെർഫോമൻസ് isn't about doing more, it's about doing the right things in the right mental state consistently. I hope this video is helpful for you guys. See you in the next video.